വാഹനം ടെസ്റ്റ് അടിക്കാൻ പോട്ടെ. നോക്കിക്കോ, ത്രോട്ടിൽ കൊടുക്കട്ടെ. എന്റെ മോനെ. അപ്പൊ കഴിച്ച് നമ്മള് ഏറ്റവും ഒരു വെറൈറ്റി ഒരു കിണ്ണം കാച്ചി പിടിച്ചിലൊരു BMW കണ്ടുപിടിച്ചേക്കാട്ടാ. ഇന്ത്യയിൽ തന്നെ ഏകദേശം 36 പീസുള്ളൂ. റയർ റൈറ്റ് ആണ്, ഒരു വെറൈറ്റി കളറാണ്. ഇന്ത്യയിൽ 4 കളറുള്ളൂട്ടാ. അപ്പൊ നമ്മള് BMW 5 സീരീസിൽ പെടുന്ന 525 ആട്ടെന്ന് കൊണ്ടുവന്നാണ്. ഇതിന്റെ വിശേഷങ്ങൾ നമുക്ക് നോക്കിയാലോ. ഗൈസ്, നമ്മുടെ ഏറ്റവും പുതിയ BMW നമ്മുടെ കയ്യിലേക്ക് കിട്ടിയിട്ട് ഫുള്ളി മോഡിഫൈ ചെയ്ത് കളറൊക്കെ മാറ്റി ഒരുപാട് ഐറ്റംസ് മാറ്റിയിട്ടുള്ള നമ്മുടെ BMW ആണ് നമ്മുടെ മുമ്പിൽ കിടക്കണേ. നമ്മുടെ 525D എന്ന് പറഞ്ഞ മോഡലാട്ടാ. ഫുള്ള് സെറ്റപ്പ് ആക്കിയിട്ട് ഇറക്കണം. നോക്കിയാൽ ലോഗോ കാര്യങ്ങൾ ഫുള്ള് പുതിയതാട്ടാ. എന്നെ ഈ വാഹനത്തിൽ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ഇവന്റെ കളർ തന്നെയാട്ടോ. അതായത് 2 രീതിക്ക് കളർ മാറുന്നുണ്ട്. അതായത് നമ്മൾ ഒരൊറ്റയടിക്ക് നോക്കുമ്പോൾ 2 ലൈറ്റ് പർപ്പിൾ എന്നാണ് ഈ കളറിന്റെ പേര്. പക്ഷെ നൈസായിട്ട് ഒരു ഷെയ്ഡ് മാറി വേറെ സൈഡിലേക്ക് പോകുമ്പോൾ ബ്ലാക്ക് ഷെയ്ഡ് ആയിട്ടൊക്കെ വരുന്നുണ്ട് വാഹനം. അത്യാവശ്യം നല്ല ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് വാഹനത്തിനെ പറ്റി മൊത്തം നോക്കാം. ഞാൻ ഇതിന്റെ ബാക്കിലത്തെ ആ ഒരു ലുക്കാട്ട് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചു. എന്തുട്ടാ ഭംഗിയില്ല 525D എഴുതിയേക്കും. ഈ ലുക്ക് കൂടിയെന്ന് ഞാൻ പറയുന്നില്ലേ, ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന ലുക്ക് ഇങ്ങനെയല്ല. ഈ വാഹനം മോഡിഫൈ ചെയ്യുന്ന മുമ്പ് ഇങ്ങനെയല്ല. ഓൾറെഡി നമ്മുടെ ചാനലിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് കുറച്ച് നാൾ മുമ്പ്. നിങ്ങൾ അത് നോക്കി കഴിഞ്ഞാൽ കാണാൻ താഴെ ലിങ്ക് കൊടുക്കും. ഇനി നമുക്ക് ചെക്കനൊന്ന് അടുത്ത് നോക്കുമ്പോൾ ഏറ്റവും പുതിയ BMW ആ ഒരു ഹെഡ്ലൈറ്റ് കിറ്റാണ് കയറ്റിയേക്കണത്. അതുപോലെ ഗ്രില്ല് മാറിയിട്ടുണ്ട്. ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് ആണ് കൊടുത്താണ്. പർപ്പിൾ വിത്ത് പിയാനോ ബ്ലാക്ക് ഫിനിഷ് ആകുമ്പോൾ പ്രീമിയം ലുക്ക് ഒരുപാട് കൂടിയിട്ടാണ്. പിന്നെ ചെയ്തൊരു അടുത്തൊരു അപ്ഡേഷൻ ആണ്, കസ്റ്റമർ വാഹനത്തിന് 360 ഡിഗ്രി ക്യാമറ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. മിററിന്റെ താഴെ അതുപോലെ ഫ്രണ്ടിലും ബാക്ക് സൈഡിലും പുതിയ ക്യാമറ ആണ്. മുകളില് സെയിം വാഹനത്തിന്റെ അതേ കളർ തന്നെയാണ് കൊടുത്തത്. ഇവന്റെ പവറും ടോർക്കൊക്കെ ഉണ്ടല്ലോ, എന്റെ മോനെ വെടിയുണ്ട പോണ പോലെയാട്ടാ പോവാം. നമുക്ക് അത് വാഹനം ഓടിച്ചൊക്കെ നോക്കാം. അതിന് മുമ്പായിട്ട് ഞാൻ ഗ്രില്ലും വേറെ ഇവിടുത്തെ കാഴ്ചകളും കാണിച്ചു തരാം. ഇനി താഴേക്ക് വരുമ്പോൾ വാഹനത്തിന്റെ ആ ഒരു ഗ്രില്ല് M5ന്റെ ഏറ്റവും പുതിയൊരു ലോഗോവും ബാഡ്ജിങ് കയറ്റിയിട്ടുണ്ട്. ഹെഡ്ലൈറ്റിലൊരു LED ഇൻഡിക്കേറ്ററും അതുപോലെ തന്നെ DRL ഒരുമിച്ച് തന്നെയാണ് സെറ്റ് ചെയ്തേക്കണേ. ആ ഒരു BMW DNA കാത്തു സൂക്ഷിക്കുന്ന ഗ്രില്ല് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് BMW ഏറ്റവും പുതിയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിനിഷിൽ വരുന്ന ലോഗോ ആണ് കയറ്റിയാണ്. ഫ്രണ്ടിലും ബാക്കിലും 4 ടയറിന്റെ അലോര സെന്ററിലും കയറ്റിയിട്ടുണ്ട്. പിന്നെ ഏറ്റവും പുതിയൊരു ബമ്പർ സെറ്റപ്പാട്ടാ കാണുന്നത്. ഫ്രണ്ടിലത്തും ബാക്കിലത്തും ബമ്പർ മാറ്റിയിട്ടുണ്ട് കേട്ടോ. അതിലും ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് ആണ് താഴെ എയർഡാം യൂണിറ്റിലും അതുപോലെ ലെഫ്റ്റ് ഫോഗ് ലാമ്പ് റൈറ്റ് ഫോഗ് ലാമ്പ് യൂണിറ്റിലും കാണാൻ സാധിക്കുന്നത്. ആ ഒരു ഫ്രണ്ട് ഗ്രില്ലിന്റെ സെന്റർ ഭാഗത്ത് 360 ഡിഗ്രിയുടെ ക്യാമറ വരുന്നുണ്ട്. ഈ ഒരു ബമ്പർ മാറ്റിയപ്പോൾ തന്നെ വാഹനത്തിന്റെ ഒരു സ്പോർട്ടി ലുക്ക് ഒരുപാട് കൂടിയിട്ടുണ്ട് കേട്ടോ. അടുത്തൊരു അപ്ഡേഷൻ, റോസ് ഗോൾഡ് കോപ്പർ എന്ന് പറഞ്ഞുള്ള പെയിന്റ് കളറാണ് അലോയ്ക്ക് കൊടുത്തത്. 17 ഇഞ്ചിന്റെ വീൽസ് ആണ്. ഫ്രണ്ടിലും ബാക്കിലും ഡിസ്കാട്ടാ. ആ ഒരു കളർ കോമ്പിനേഷൻ എങ്ങനെയുണ്ട്, നൈസ് ആയിട്ടില്ലേ. പിന്നെ അടുത്ത മറ്റം M5ന്റെ ഒരു ഫ്രണ്ടറൊക്കെ വെച്ചിട്ടുണ്ട്. 2 സൈഡിലും കാണാം. മിററിന്റെ താഴെ 360 ഡിഗ്രിയുടെ ഒരു ക്യാമറ വെച്ചിട്ടുണ്ട്. മിററൊക്കെ പക്ക വാഹനത്തിന്റെ അതേ കളർ തന്നെയാട്ടോ, ഡുവൽ ടോൺ ആക്കിയിട്ടില്ല. പിന്നെ വാഹനത്തിന്റെ ആ ഒരു വിൻഡോ ഗ്ലാസിന്റെ ചുറ്റിലായിട്ട് ഒരു ക്രോം ആവരണം പോയിട്ടുണ്ട്. അതും ഒരു പ്രീമിയം ലുക്ക് കൂടുന്നുണ്ട് കേട്ടോ. ചെക്കന്റെ ഓവറോൾ ലെങ്ത് നോക്കുകയാണെങ്കിൽ 4841 mm, വിഡ്ത്ത് നോക്കുകയാണെങ്കിൽ 1846 mm. ഇനി നമുക്ക് ഹൈറ്റ് നോക്കുകയാണെങ്കിൽ ഏകദേശം 1468 mm ആട്ടാ വരുന്നത്. വലിയൊരു വീൽ ബേസ് ആണ്. 2888 mm വീൽ ബേസ്. ബാക്കിലും നമുക്ക് ഡിസ്ക് ബ്രേക്കുകൾ കാണാം. അലോയ് വീലിന്റെ ആ ഒരു കളറും വാഹനത്തിന്റെ ആ ഒരു കളറും ഒരുപാട് രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. നല്ല വെയിലുണ്ടാകുമ്പോഴാണ് ഈ വാഹനത്തിന്റെ ലുക്ക് ടോട്ടലി മാറൂട്ടാ. ഇപ്പൊ ഒരു മൂടി പിടിച്ചുള്ള മഴക്കാറുള്ള ക്ലൈമറ്റ്. ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു, എനിക്ക് ഈ വാഹനത്തിന്റെ ബാക്ക് ഒരുപാട് പേഴ്സണലി ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരു സ്പോയിലറൊക്കെ വെച്ചിട്ടുണ്ട്. പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് വെച്ചാണ്. അതും BMW തന്നെ ഒഫീഷ്യലായിട്ടുള്ള സൈറ്റിൽ നിന്ന് തന്നെയാണ് സെറ്റ് ചെയ്തേക്കണം കേട്ടോ അവര്. പിന്നെ അതിന്റെ താഴേക്ക് വരുമ്പോൾ ഏറ്റവും പുതിയ BMW വരുന്ന ഒരു ടൈൽ ലാമ്പ്, LED ടൈൽ ലാമ്പ് യൂണിറ്റ് ആണ്. പിന്നെ നമ്മുടെ ഫ്രണ്ടിൽ കാണിച്ചിട്ടുള്ള അതേ ബാഡ്ജിങ് ബാക്കിലേക്ക് വന്നിട്ട് 525D എന്നുള്ളൊരു ബാഡ്ജിങ് ആണ്. പിന്നെ ലാപ്പ് അവരാട്ടോ ഈ വാഹനം ഫുൾ സെറ്റ് ചെയ്തേക്കുന്നത്. താഴേക്ക് വരുമ്പോഴും സ്കേർട്ടിങ്സ് കാണാം. ഇവിടെ എക്സോസ്റ്റ് യൂണിറ്റുകളൊക്കെ പുതിയത് വന്നിട്ടുണ്ട്. പിന്നെ വാഹനത്തിന്റെ സൗണ്ടും ഒന്നുകൂടി ട്യൂൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. പവറും ടോർക്കൊക്കെ ഒന്നും കൂടി അവരൊന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഓടിക്കുമ്പോൾ എനിക്ക് ഒരുപാട് മനസ്സിലായി. പിന്നെ ഇവന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് BMW എന്ന് പറയുന്നത് അറിയാലോ എല്ലാവർക്കും, ഡ്രൈവർ ഓറിയന്റഡ് വെഹിക്കിൾ ആണ്. അതായത് മാക്സിമം പെർഫോമൻസ് കിട്ടുന്ന ഒരു വെഹിക്കിളും കൂടിയാണ്. ഇതാണ് നമുക്ക് ചുറ്റിലുള്ള കാഴ്ചകളും കാര്യങ്ങളും. നമുക്ക് വാഹനം ഓടിച്ചു നോക്കാം. അതിന് മുമ്പായിട്ട് ചെക്കൻ്റെ ഹൃദയഭാഗം നോക്കുകയാണെങ്കിൽ ഒരു 2497cc
6 സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത്. 4 വാൾവ്സ് ഉണ്ട്. 177 bhp പവറും 400 ന്യൂട്ടൺ മീറ്റർ ടോർക്കാട്ടോ പ്രൊഡ്യൂസ് ചെയ്യണേ. അപ്പോൾ അതിന്റെ പവറും കാര്യങ്ങളൊന്നും ആലോചിച്ചൊക്കെ വെടിയുണ്ട പോണ പോലെ കേട്ടോ, വെടിയുണ്ട പോണ പോലെ. അടുത്തൊരു ഹെവി കാര്യം പറയട്ടെ, ഈ വാഹനത്തിന്റെ ഓണർ എന്ന് പറയുന്നത് എനിക്ക് തന്നെ ഇന്ത്യയിൽ തന്നെ കേരളത്തിൽ തന്നെ യങ്ങസ്റ്റ് BMW ഓണർ ആട്ടാ. ഈ 5 സീരീസിൽ നമുക്ക് വാഹനത്തിന്റെ അകത്ത് കയറി നോക്കാട്ടാ. ജസ്റ്റ് ഒരു അവിടെയും ചെറിയ അപ്ഡേഷൻ കാണാം. വാഹനത്തിന്റെ സ്റ്റീറിങ് ടോട്ടലി മാറിയിട്ടുണ്ട്. അതുമാത്രല്ല ഉള്ളിൽ ചെറിയ ചെറിയ ഐറ്റംസും കാര്യങ്ങളൊക്കെ അവർ മാറ്റിയിട്ടുണ്ട്. ഇന്റീരിയറിൽ വേറെ കാര്യമുള്ള മാറ്റങ്ങൾ വരാൻ പോകുന്നുള്ളൂ. അവർ ഇനിയും അപ്ഡേഷൻ ചെയ്യുന്നുണ്ടെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഈ സ്റ്റിയറിംഗിന്റെ സെന്റർ ഭാഗത്തും നമ്മുടെ പുറത്ത് കണ്ടുള്ള അതേ ലോഗോ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. സ്റ്റിയറിംഗ് കാര്യങ്ങൾക്കൊന്നും ഒട്ടും തന്നെ കംഫർട്ട് കുറച്ചിട്ടില്ല കേട്ടോ. നമുക്കിനി ചെക്കനായിട്ടൊന്ന് മുട്ടി വയ്ക്കാലോ. വാഹനത്തിന്റെ ഓണറോട് നമുക്ക് ചോദിച്ചു നോക്കാം എന്തൊക്കെ കാര്യങ്ങളെന്ന്. നമ്മുടെ തൃശ്ശൂർ ഗുരുവായൂർ കൊണ്ടുപോയിട്ട് പൂജിച്ച് അതിന്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് എത്തിയുള്ളൂ. അതാണ് സ്റ്റിയറിംഗ് ചന്ദനം കാര്യങ്ങളൊക്കെ ഇരിക്കണേ. അപ്പൊ ഗൈസ്, BMW കേരളത്തിലത്തെ ഏറ്റവും യങ്ങസ്റ്റ് ഓണറായിട്ടാണ് നമ്മൾ പരിചയപ്പെടാൻ പോണത്. അതായത് ഈ വാഹനത്തിന്റെ സാരഥി, ഈ വാഹനത്തിന്റെ ഓണറിന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. പുള്ളിയോട് തന്നെ ചോദിച്ചോക്കാം. അപ്പൊ മച്ചാനെ, നമ്മള് കുറച്ചു നാളത്തിന് ശേഷമാണ് കാണുന്നത്. പേര് അഭിനന്ദ്. എത്രയല്ല പഠിക്കണേ? എങ്ങനെയാണ്? നമ്മുടെ കേരളത്തില് തന്നെയാണോ നോക്കണ പുറത്ത്? ഓക്കെ. ഈ നമ്മുടെ BMW കുറിച്ച് എന്താണ് അഭിപ്രായം പറയാനുള്ളത്? ഈ പുതിയ വണ്ടിനെ കുറിച്ച്? വണ്ടി എന്ന് പറയുമ്പോ ഒരു അടിപൊളി വണ്ടിയാണ്. ഇത് കാണാനും പിന്നെ പെർഫോമൻസ് 6 സിലിണ്ടർ ആയതുകൊണ്ട് നോർമൽ ഒരു 4 സിലിണ്ടറിനേക്കാളും പവർ നല്ലൊരു കൂടുതലുണ്ട്. അതെ, അതിനനുസരിച്ച് മൈലേജ് കുറവുണ്ട്. അതാണ് ആ കൂടി ഒരു പരിമിതി വരുന്നത്. അതെ. പിന്നെ വണ്ടി അടിപൊളിയാണല്ലോ. ഇപ്പൊ എടുത്തിട്ട് ഏകദേശം എത്ര നാളായി? ഇപ്പൊ വണ്ടി പർച്ചേസ് ചെയ്തിട്ടായി വാങ്ങി കഴിഞ്ഞിട്ട് ഏകദേശം 10-11 മാസമായി. അതായത് ഏകദേശം 1 കൊല്ലാവാൻ ഇനി 1 മാസം കൂടെ ഉള്ളു. അപ്പൊ ഇത് ഈ ഏറ്റവും പുതിയ മോഡിഫിക്കേഷൻ ചെയ്തിട്ട് എത്ര നാളായി? ഇതിപ്പോ ചെയ്തിട്ട് ഒരു 4 ആഴ്ച ഉള്ളു. അതായത് 1 മാസം കൂടി ആവണുള്ളൂ. ഇത് ഇത്രയും നാള് യൂസ് ചെയ്തതിന് ശേഷം എന്താണ് വാഹനത്തിനെ കുറിച്ച് പറയാനുള്ളത്? അതായത് BMW ഇനി എടുക്കാൻ പോണവരോട് എന്താണ് അവർക്ക് പറയാനുള്ളത് നോക്കാം. അതായത് ഇനി എടുക്കണോ, മെയിൻ്റെനൻസ് ഡെയിലി പണി വരുന്നുണ്ടോ? അങ്ങനെ പറയാ നമുക്ക് വലിയ മെയിൻ്റെനൻസ് എന്ന് പറയാനില്ല. ഒരു നോർമൽ കാർ എടുക്കണം, അതായത് കുറച്ചൊരു പ്രീമിയം കാർ എടുക്കണ റേഞ്ച് തന്നെ BMW വേറുള്ളൂ. അപ്പൊ കുറച്ച് ഇതിന്റെ ഡീസലാണ് നമുക്ക് കുറച്ച്, അതായത് മിനിമം നമുക്ക് ഒരു 15 ലിറ്റർ എങ്കിലും അടിക്കണ്ടേ. അപ്പൊ 1500 രൂപ 2000 റേഞ്ചില് അടിക്കാൻ പറ്റുന്നവർക്ക് പെർഫെക്റ്റ് വണ്ടി. പിന്നെ ചെലവൊന്നും ഇയാൾക്ക് ഇതുവരെ വന്നിട്ടില്ല. അത് കൊണ്ടാണോ എന്ന് പറയാനും ഇതുവരെ വന്നിട്ടില്ല. പിന്നെ മൈനർ സർവീസ് ആവാറുണ്ട്. അപ്പൊ എങ്ങനെയാന്ന് അറിഞ്ഞു. അതേ വീഡിയോ ചെയ്യണം. നമ്മുടെ തൃശ്ശൂരാണോ അത് അവിടെ? ഓതറൈസ്ഡ് സ്ഥലത്തല്ല. അല്ല ചെയ്യണം. ഓക്കെ. അപ്പൊ ഇതാണ് പുള്ളിക്ക് പറയുള്ളത്. അപ്പൊ പുള്ളി പറഞ്ഞ മനസ്സിലായി. സാധാരണക്കാർക്കും കുറച്ച് ഒരു പ്രൊഫൈലുള്ള ആൾക്കാർക്കും നമുക്ക് ഈ വണ്ടി എടുത്ത ഒരു ആനേനെ അത്ര മെയിൻറ്റെയിൻ ചെയ്യണ കാശില്ല. സാധാരണ രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാം. ഡീസൽ ഇത്തിരി കൂടുതലുള്ളതെന്ന് പറയണേ. അപ്പൊ ഇതൊക്കെയാണ് വിശേഷങ്ങൾ നമ്മുടെ വണ്ടിയുടെ. നമുക്കൊന്ന് ഡ്രൈവ് ചെയ്ത് നോക്കിയാലോ? ഓക്കെ. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കട്ടെ. ഇതിന്റെ പെർഫോമൻസും കാര്യങ്ങളും നോക്കാം. 6 സിലിണ്ടർ ആട്ടെ. 6 സിലിണ്ടർ. എന്റെ മോനെ ചാടിയിട്ടാ നിക്കണേട്ടാ. ഇവനും കൊണ്ട് ഇത് അടിയൊക്കെ തട്ടൂട്ടെ. നമ്മള് നോക്കിയും കണ്ട് വണ്ടി ഓടിച്ചില്ലെങ്കിൽ സീനാണ്. അവര് താഴെ അത്രയും ആ ഒരു ഇതൊക്കെ ഇറക്കിയിട്ടുണ്ട്. ഫ്രണ്ടിലത്തെ ബോണറ്റും അല്ല ബമ്പർ. മോനെ വണ്ടി തൊട്ട് കഴിഞ്ഞാൽ അങ്ങനെ അവിടെ പറന്ന് കയറാടെ. ഒരു രക്ഷയില്ല. അതിന്റെ ആ ഒരു പെർഫോമൻസ് ഒന്നും കൂടി അവര് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്, ട്യൂണൊക്കെ ചെയ്തിട്ട്. അപ്പൊ ഇതിന്റെ സ്റ്റിയറിംഗ് ഒക്കെ അവര് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം പോഷായിട്ടുള്ള സ്റ്റിയറിംഗ് ആണ്. ഏറ്റവും പുതിയ മോഡലിനാണ് കയറ്റിയേക്കണേ. അതിന്റെ സെന്ററിലും BMW ലോഗോ കൊടുത്തിട്ടാ. ഇനി നോക്കിയ അവിടേക്ക് നോക്കിയേ, വണ്ടിയുടെ കയറണോക്കെ. എന്റെ മോനെ, എക്സോസ്റ്റിലും ചെറിയൊരു സൗണ്ട് നോട്ട് അകത്തേക്ക് കേൾക്കാൻ പറ്റും. ചെറിയൊരു എന്നുള്ളൊരു സൗണ്ട് കേൾക്കാണ്ട് നമുക്ക്. പിന്നെ കേരളത്തിൽ അധികം മോഡിഫിക്കേഷൻ പറ്റില്ല. ഇതൊരു ക്ലാസ് ആയിട്ടുള്ള മോഡിഫിക്കേഷൻ ആണ്. മറ്റുള്ളവര് ഒരു ഉപദ്രവിച്ചുള്ള മോഡിഫിക്കേഷനോ വല്ലാണ്ട് സൗണ്ട് ഉള്ള മോഡിഫിക്കേഷൻ ഒന്നും അല്ലാട്ടോ അവര് ചെയ്തേക്കണേ. നമ്മളൊന്ന് പടക്കാൻ പോടാ. ഇവിടെ ആൾക്കാര് സമ്മതിക്കണില്ല. വണ്ടികളാണ് ഫുള്ള്. കണ്ടോ, ഫുള്ള് നമുക്കൊരു റേഞ്ച് എത്തിക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഇവൻ തൊടുമുളിക്ക് റെസ്പോൺസ് ആട്ടാ. വേറെ ഒരു ഒന്നും പറയില്ല. നമ്മുടെ മൈൻഡ് എങ്ങനെയാണോ നിക്കണേ അതേ രീതിക്ക് വണ്ടി ആ ലെവലിലേക്ക് എത്തിക്കും. ഈ കൊച്ചു കേരളത്തിൽ ഒരു തരി റോഡ് പോലും ഇല്ലല്ലോ വണ്ടിയുടെ പെർഫോമൻസ് നോക്കാൻ എന്നുള്ള ആലോചിക്കുമ്പോൾ ഒരു വിഷമമാണ് വേറെ പറഞ്ഞത്. നമുക്ക് നോക്കാം കുറച്ചും കൂടെ നീങ്ങിട്ട്. ഒന്നുകൂടി ടെസ്റ്റ് അടിക്കാൻ പോട്ടെ. നോക്കിക്കോ, ത്രോട്ടിൽ കൊടുക്കാടാ. എന്റെ മോനെ, തീപ്പൊരു സാധനം എന്ന് പറഞ്ഞാൽ തീപ്പൊരു സാധനം. അതേപോലെ തന്നെ ബ്രേക്കിംഗ് റെസ്പോൺസും നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. പിടിച്ചോടെ തന്നെയാണ് വണ്ടി. ഇതിന്റെ ബാക്കിലത്തെ ഒരു സ്പോയിലർ നമുക്ക് ആ മിററിൽ നോക്കിയാൽ കാണാടാ. കണ്ട
രസമുണ്ട്. വമ്പൻ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ വമ്പ സെറ്റപ്പ് തന്നെയുണ്ട്. 525 ട്ടാ, 525. ചെക്കനാണ് ഓണർ.